ഹലോ ഗായ്സ്, അപ്പോൾ ദേ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ വിചാരിച്ചു ഒരു ചട്ടിച്ചോറ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെയായിട്ട് ദേ ചട്ടി എടുത്തു. ആകെ ഒരു മീൻ ചട്ടി ഉള്ളൂട്ടോ എനിക്ക്. ആ ഒരു ചട്ടി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അതിലൊരു ചോറിട്ടു. പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നത് എന്താ വെച്ചാൽ വാഴയ്ക്ക ഫ്രൈ അല്ല, വാഴയ്ക്ക മെഴുക്ക് പുരട്ടി എന്ന് പറയില്ല, വാഴയ്ക്ക തോരൻ. അതായിരുന്നു കേട്ടോ, വാഴയ്ക്ക തോരൻ വെച്ചു. അതിലോട്ട് പിന്നെ വെച്ചത് നെത്തോലി ഫ്രൈ ആണ് കേട്ടോ, നെത്തോലി ഫ്രൈ വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മുളക് ചമ്മന്തി ഉണ്ടായിരുന്നു, ഉള്ളി മുളക് മൂപ്പിച്ച മുളക് ചമ്മന്തി വെച്ചു. പിന്നെ ചിക്കൻ വറുത്തത് ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ വറുത്തത് എനിക്കല്ലായിരുന്നു, ചുക്കുമ്പിക്കായിരുന്നു. ചുക്കുമ്പിക്ക് ചിക്കൻ വറുത്തത് വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അത് ചെയ്തത്. അതുകൊണ്ടാണ് അത് ആ ഒരു കളറിലിരിക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് വെച്ചു. പിന്നെ ഒരു മുട്ട വറുത്തതും കൂടി അതിൻ്റെ മണ്ടയിൽ വച്ചിട്ട് നമ്മൾ നേരെ എടുക്കാൻ പോയത് നമ്മുടെ ഉപ്പിലിട്ട മുളകാണ്. ഉപ്പും സുറക്കയിലേക്കിട്ട കാന്താരി മുളക് ഉണ്ടല്ലോ, അപ്പോൾ അതാണ്. കാന്താരി മുളക് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഇതിലിട്ടേക്കുന്ന മാങ്ങയൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടേക്കുന്നതാണ്. പിന്നെ ലൂബിക്കൊക്കെ എനിക്ക് അമ്മായി എന്താണ് കേട്ടോ, അതൊക്കെ ഞാൻ പറിക്കി അതിലിട്ടു. ഏതായാലും അതിങ്ങനെ കിടക്കുവാണല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഇരുന്നോട്ട് അതും കൂടി ഇട്ടിട്ടോ. അപ്പോൾ 2 മുളകും കൂടിയും വച്ചിട്ട് ഞാൻ കുളിക്കാനായിട്ട് പോയിട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കുമ്പോഴാണ് എല്ലാം കൂടി അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം അടച്ച് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് സെറ്റപ്പ് ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളിത് കുളിക്കാൻ വേണ്ടി പോയി. കുളിച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ചോറ് എടുത്തത്. അപ്പോഴേക്കും നല്ല സെറ്റായിട്ടോ, എല്ലാം കൂടി നന്നായിട്ട് ചോറിലായിരുന്നു. അതിന് ഞാൻ സുക്കുമ്പിക്ക് ഒരു വാ കൊടുത്തു. സുക്കുമ്പിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അവനിക്ക് അല്ലെങ്കിലും ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ TV-യിൽ ഫോണിൽ കാണുമ്പോൾ അവനിക്ക് അങ്ങനെ കഴിക്കണം എന്ന് പറയാറുണ്ട്. അങ്ങനത്തെ ഞാനും കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു, വെറുതെ പറയുന്നതല്ലായിരുന്നു, നല്ല ടേസ്റ്റാണ്. ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ പൊതിച്ചോറ് ഉണ്ടാക്കാൻ വാഴല അപ്പുറത്തെ പറമ്പിൽ പോയി പറിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും കൊണ്ട് ഞാൻ പൊതിച്ചോറുണ്ടാക്കിയില്ല. മുളകിന് ഭയങ്കര എരിവായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. എല്ലാം കൂടി കൂട്ടി കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതായത് നമ്മളതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ പൊതിച്ചോറും അതുപോലെ ചട്ടിച്ചോറൊക്കെ കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് ഞാൻ എൻ്റെ ചട്ടി ഏത് പരുവത്തിലാണ് ഞാൻ ഒന്ന് കാട്ടിത്തരാം കേട്ടോ. നന്നായിട്ട് വടിച്ച് തൂത്ത് വാരി ഞാൻ കഴിച്ചിട്ടുണ്ട്, അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ചട്ടിയുടെ അവസ്ഥ ഇതാണ് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.